ഹലോ കിലടല്ലേ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ ചോദിച്ചാൽ കിലടല്ല, ഇന്നത്തെ അല്ല ഒരു 3 ദിവസത്തെ പരിപാടിയാണ്. എന്താ സംഭവം ചോദിച്ചാൽ കിലടല്ല, നമ്മളൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന് ഇൻവൈറ്റ് ചെയ്തു കേട്ടോ. മീൻസ് നമ്മുടെ ഹോഡ് ഓഫ് ഫീൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് കിലടല്ല, ഒലോക്കോട്. നമ്മുടെ പാലക്കാട് ഒലോക്കോടാണ് കിലടല്ല, അതിന്റെ കോർഡിനേറ്റേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാർ കല്ലാറ് കിലടല്ലേ, അവിടെയാണ് ക്യാമ്പ് വന്നിട്ട്. അപ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ടീമിന് എല്ലാവരും കൊണ്ടുപോകണമെന്ന് കിലടല്ല. പിന്നെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ആയതുകൊണ്ടും പിന്നെ പിള്ളേർക്ക് ഒഴിവില്ലാത്തതുകൊണ്ടും നമ്മൾ മാത്രം പോകാൻ കിലടല്ല. അപ്പോൾ നമുക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇറങ്ങാം. ഇപ്പോൾ ഇന്ന് വന്നിട്ട് വെള്ളിയാഴ്ച കിലടല്ല, ഏകദേശം ശനി ഞായറാണ് നമ്മുടെ ക്യാമ്പ് വന്നിട്ട്. അപ്പോൾ നമ്മൾ നേരെ എന്താ വെച്ചാൽ നാളെ ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് ആലുവാണെങ്കിൽ കിലടല്ല ഇവരുടെ പരിപാടി. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 9:30 അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പാലക്കാട് ട്രെയിൻ കൊണ്ട് പുലർച്ചെ 4 മണിക്കാണ്. അപ്പോൾ നമുക്ക് നടക്കില്ല. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ തലേ ദിവസം, അതായത് വെള്ളിയാഴ്ച നമ്മൾ ഇവിടെ നിന്ന് ഇന്നിപ്പോൾ ഇറങ്ങിയിട്ട് ഇന്നിപ്പോൾ ടീമൊക്കെ അവിടെ ഉണ്ട് കിലടല്ല, കോർഡിനേറ്റേഴ്സൊക്കെ അവിടെ ഉണ്ട്. അവരുടെ കൂടെ നമ്മൾ എറണാകുളത്ത് സ്റ്റേ ചെയ്തിട്ട് നാളെ അങ്ങനെ എനിക്ക് ഫ്രഷൊക്കെ ആയിട്ട് പോകാനുള്ള പ്ലാനിലാണ് കിലടല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാനില്ല, നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകാം. 4 മണിക്ക് ട്രെയിൻ, ഇന്ന് വൈകിട്ട് 4 മണിക്ക് ട്രെയിൻ. അപ്പോൾ എറണാകുളം ടു പാലക്കാട് ടു എറണാകുളം അങ്ങോട്ട് ട്രിവാൻഡ്രം ട്രെയിനാണ് കിലടല്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. മുത്തിനെ കണ്ട് യാത്ര പറയാൻ പറ്റുന്നതാണ്. മുത്തി നോക്കുമ്പോൾ അവിടെ പാല് പിടിക്കാൻ കിലടല്ല. അപ്പോൾ നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ പോകാം. നമ്മളിപ്പോൾ വണ്ടി എടുക്കുന്നില്ല കിലടല്ല, നമ്മുടെ വണ്ടി എടുത്തിട്ട് അനിയൻ പാലക്കാടുണ്ട്, അവൻ്റെ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ബസ്സിൽ പോകാൻ പ്ലാനിങ് കിലടല്ല. അപ്പോൾ മുത്തി ആദ്യം കാണാൻ കിലടല്ല. അതാ കിലടല്ല, മുത്തി വന്നു. സംഭവം മുത്തി എന്നെ ഇവിടെ നിന്ന് കണ്ടു കിലടല്ല. അപ്പോഴേക്കും പാല് വന്നു. പാല് വരില്ല വേണ്ടിയിരുന്നാണ് മുത്തി, പാല് വാങ്ങാൻ പോകാൻ വേണ്ടിയിരുന്നാണ്. പാൽക്കാരൻ വരില്ല വിചാരിച്ചിരുന്നു. അപ്പോഴേക്കും പാല് വന്നു കിലടല്ല. അപ്പോൾ നമുക്ക് മുത്തിയുടെ അടുത്ത് യാത്ര കൊണ്ട് പോകാം. കള്ള ഞാൻ പോവാണ് മൂന്നാർ വരെ. ഞായറാഴ്ച വരും. സംഭവം കിലടല്ല, ഞങ്ങൾ ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ റീലിൻ്റെ ഷൂട്ടും കാര്യങ്ങളും പ്ലാൻ ചെയ്താൽ, പക്ഷേ ഞാൻ പുറത്തായിരുന്നു കിലടല്ല. കുറച്ച് കൂടുതൽ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അത് കാരണം ഷൂട്ടും കാര്യങ്ങളും എടുത്തില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ മുത്തി. അപ്പോൾ പോയിട്ട് വരാം മുത്തി. ഓക്കെ, മൂന്നാർ പോവാണ് അറിയാത്ത ആൾക്കാരായിട്ട്. ഓട്ടെ, എന്ത് വേണം? എന്ത് വേണം? നല്ല മൂന്നാറിന് ചാരായം കൊണ്ടുവന്നു മതിയോ? അപ്പൊ കിലടല്ല, അതാണ് അത് ഈശിയ. ഞാൻ പോയിട്ട് കിലടല്ലേ. അപ്പൊ അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ല. അച്ഛൻ രാവിലെ ഞാൻ എനിക്ക് പോയി പണിക്ക് പോയി കിലട. പിന്നെ അമ്മ ഉച്ചയ്ക്ക് പാടത്ത് പോയി ചോറാനൊക്കെ വന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ അച്ഛനൊന്ന് വൈകിട്ട് വിളിച്ചു തരണം. നമ്മൾ നേരെ എറണാകുളത്തേക്കാണ് കിലട. നാളെ രാവിലെ വന്നിട്ട് മൂന്നാർ പോകണം അവിടെ നിന്ന്. എന്നിട്ട് ഞായറാഴ്ച എത്തും. അപ്പോൾ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കിലട. ഈ വണ്ടി അത് അനിയൻ്റെ കൊടുക്കണം. മൈതാനത്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ബസ് റെയിൽവേ സ്റ്റേഷനിൽ പോകാം. പോട്ടെ, പോയിട്ട് വരാം. മിസ് ചെയ്യും കിലട എല്ലാവരും. എന്നാലും പോയിട്ട് വരാം. കിലടല്ല, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. എന്നെ സംഭവിച്ചു നമ്മൾ വണ്ടിയൊക്കെ വേണ്ടി കൊടുത്തു. എന്നിട്ട് എന്താ പെട്ടെന്ന് ബസ്സൊന്നും ഇല്ലടല്ലേ. അപ്പോൾ ഞാൻ ഈ ബസ്സിൽ ഇറങ്ങി എനിക്ക് നേരെ സ്റ്റേഷനിൽ പോകണം കിലടല്ല. പിള്ളേർ നമ്മളൊരു 3:30 10 കണ്ടുണ്ട്. നമ്മളവിടെ എത്തിയിട്ട് കയറിയില്ല. ബ്രേക്ക് പോയി പെട്ടെന്ന് ആംബുലൻസ് തൊക്കിലേക്ക് മറിഞ്ഞൊക്കെ തമ്മിൽ കേടോ ഓഫോ എന്ത് സംഭവം. എനിക്ക് ഒന്നുകൂടി ഒരു ചോദ്യം സ്റ്റേഷനിൽ ഒരു ആംബുലൻസ് നല്ല ചീറിപ്പാഞ്ഞു വരും ഒരു രോഗിനെയും കൊണ്ട്. ആന പെട്ടെന്ന് വളവ് തിരിഞ്ഞപ്പോൾ ആംബുലൻസിന് ബ്രേക്ക് കിട്ടില്ല. ആന കൊക്കിയിലേക്ക് പറഞ്ഞപ്പോൾ ആന വണ്ടി പോണു, കൊക്കിയിലേക്ക് പറഞ്ഞു. പക്ഷെ അതിന്റെ സൈറം മാത്രം കേടോ ഓഫാകുക അതൊന്ന് നോക്കൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ. സൈറ് ഓഫ് പറഞ്ഞ സൈറ് ഓണാക്കിട്ടല്ലേ വന്നത് അവിടുന്ന്. എല്ലാ ടീമാണ് പറഞ്ഞപ്പോ പൊക്കത്തരം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം എന്താ ഇതിന്റെ? ആ സൈറ് മാത്രം നിൽക്കുന്നില്ല. വെറുതെ എന്തായാലും അതങ്ങനല്ലേ സൈറ് ലാസ്റ്റ് ചാൻസ്. എന്താ അതെന്റെ മനസ്സിലാവണ്ടേ? ചോപ്പ് കളറ്, വെള്ള കളറ്, നീല കളറ്. ഇപ്പൊ മറ്റേതാണ് പറയുമ്പോ ഒന്നോളൂ പോലീസിന്റെ ചോപ്പ് കളർ മാത്രം. ഇത് 3 കളറൊക്കെ ഉണ്ടാവും ചില ആംബുലൻസിൽ. അത് മാത്രം കേടുക ഓഫാകും. വണ്ടി ആംബുലൻസ് പോയിട്ട് അത് മാത്രം.
കുസൃതിച്ചോടിയല്ല എനിക്കറിയില്ല കാരണം അറിയില്ല. അത് എപ്പോഴും ഡെയിലി കട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ നിങ്ങളെ എനിക്ക് തുടക്കമിട്ടിട്ടില്ല. ഇല്ലേ. അപ്പൊ നമ്മൾ പെട്ടെന്ന് വ്ളോഗിൽ വന്ന ആൾക്കാരാണ് ഇവരാണ് ഇല്ലാത്ത കോർഡിനേറ്റേഴ്സ്. അപ്പൊ നമ്മൾ പരിചയപ്പെടുത്തില്ല. ഇതാണ് ഇല്ലാതെ നമ്മുടെ ബാധിഷിക്ക. പിന്നെ ഇത് നിജീവിക. പിന്നെ ഇത് പുള്ളിക്കാരന്റെ വൈഫ് ഇല്ലാതെ ഫിയാൻസി അൻഷിഫ. ഇത് നമ്മുടെ ഇല്ലാതെ DOP ആണ്. നമ്മുടെ വ്ളോഗ് മൊത്തം കവർ ചെയ്യാൻ വന്ന, അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പ് മൊത്തം കവർ ചെയ്യാൻ വന്ന ബാബുക്ക. അതല്ലാതെ അപ്പൊ ഇവരാണ് നമ്മുടെ കോർഡിനേറ്റേഴ്സ്. അപ്പൊ നമ്മൾ എറണാകുളം എത്തിക്കണി ചേട്ടാ. നീ പാലക്കാട് പെട്ടെന്ന് ട്രെയിനിലേക്ക് കയറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചേട്ടാ. തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ നേരെ പോവാ, റൂം എടുക്കുക, എന്നിട്ട് അവിടെ വരിക. ഞങ്ങൾ കുറച്ചൊക്കെ സംസാരിച്ചിട്ട് വരാം. അപ്പോൾ റൂമിൽ കാണാം. വ്ളോഗ് എടുക്കാനേ ഇല്ലാതെ. അപ്പം നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ മെട്രോന്റെ തന്നെ ഡോർമെറ്ററി എണ്ണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയി കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ പരിപാടി മീശി നമ്മൾ ലുലുമാളിൽ പോകണേ. അയ്യോ ഇപ്പൊ പോയെന്നെ അത് പോയി ഒന്നില്ല. ഇപ്പൊ വീണ തന്നെ നമുക്ക് ലുലു തിരികെട്ടാ. കണ്ണാടി കൈ മെട്രോ കയറാൻ വന്നാണ്. ചില എങ്ങനെ ഞങ്ങൾ മെട്രോ എത്തിയിട്ടുണ്ട്. അല്ല ലുലു എത്തിയിട്ടുണ്ട്. പിന്നെ ലുലു ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കറങ്ങാം. ഏകദേശം 10 വരെ മെട്രോ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ലുലുവിൽ കുറച്ച് നേരം കറങ്ങിയിട്ടില്ല. എന്നിട്ട് നേരെ പോകാൻ ഫുഡ് അടിക്കുക, അത് റൂമിൽ പോവാം. ഇല്ലാടല്ലേ ഇപ്പം എന്താ സംഭവിച്ചില്ല. ഞങ്ങൾ ലുലുവിലൊക്കെ പോയിട്ട് കഴിച്ചിട്ട് നേരെ ഇപ്പോൾ ഡോർമെറ്ററി എത്തിയിട്ടാ. ഞങ്ങളതാ ബാബുക്ക് ഉണ്ട്. ഇപ്പം എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നാളെ എണീക്കുന്നു, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, എന്നിട്ടാണ് നമ്മുടെ ക്യാമ്പ് ഓൺ ആവുന്നില്ലാട്ടല്ലേ. പക്ഷേ അത് കാരണമാണ് ഞാൻ പത്രത്തിൽ കാണിക്കുന്നത്. പിന്നെ ഫോണിലൊന്നും ചാർജ് ഇല്ല. ഇനി നാളെ രാവിലെ എണീറ്റ് വരാട്ടാ. ഇല്ലാടില്ല. അപ്പൊ നമ്മളെന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ നിന്നൊക്കെ വെക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ഇവിടെ ബസ് വരിക, എന്നിട്ട് നമ്മൾ നേരെ കയറി പോയില്ല. നമ്മുടെ ടീം മൊത്തം ഉണ്ട്. എന്താ അൻഷിഫ, അതാ ബാബു. അയ്യോ എന്റെ പൊന്നു സെഞ്ചി പിടിച്ചൊരു. പിന്നെ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ പരിപാടി വെച്ച് നമ്മൾ ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ നമ്മൾ പോകണം. പിന്നെ നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ബസ് വരും, വന്നിട്ട് പോവാം. നമ്മൾ ഫുഡ് കാര്യങ്ങൾ കഴിച്ചു, റൂം വെക്കേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ പരിപാടി ഓണാവില്ല. പൊളിക്കും. ഞാൻ ബൈക്ക് ടൈമായി കാണിച്ചത്. ഓക്കെ. അപ്പോൾ ടീമൊക്കെ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നില്ല. ഓരോരുത്തർ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പരിപാടി ഓൺ ചെയ്യാം. ഇല്ലാട്ടുള്ളതാണ്. അപ്പോൾ ഒരു പുള്ളിക്കാരൻ പുതുതായിട്ട് വന്ന് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ആളുടെ പേരെന്ന് പറയില്ല. അത് ആളെവിടാണ് ആളെവിടാണ് എറണാകുളം തന്നെ. അപ്പോൾ ഇല്ലാടല്ല പുള്ളിക്കാരൻ പാട്ട് ചെയ്യലാണ്. പരിചയപ്പെടാം. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തർ എല്ലാവരും നമ്മൾ ചലഞ്ച് ആയിട്ട് പോവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എവിടെ കാണിക്കും അൻഷിഫ കാണിക്കും. നമ്മുടെ ഈ ഹോട്ട് ഓഫീൽ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ 500 രൂപ GP ചെയ്ത് കൊടുക്കും. ഓക്കെ. ആരെ കൊണ്ട് ചോദിക്കുന്ന അറിയില്ല. ആരെങ്കിലും ഓ കില്ലാടികളെ ഫോളോ ചെയ്തില്ല. നമുക്ക് അടുത്താൾ നോക്കാം. ഇങ്ങനെ വെച്ച് പോകാം. അങ്ങനെ കില്ലടല്ല അവര് ഫോളോ ചെയ്തില്ല. നമുക്ക് അടുത്താൾ നോക്കാൻ തരും. നമ്മുടെ ഇറങ്ങിക്കാണ്. ലേഡീസ് മാത്രം ഫോക്കസ് ചെയ്യുള്ളൂ. ഇല്ലാതൊരു സംഭവം കേട്ടത് 500 കിട്ടുന്നുണ്ട്. എനിക്ക് ഫോളോ ചെയ്യാം. ഫോട്ടോ ഫീൽ എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ഞാൻ ഇവിടെ വെക്കാട്ടാ ലിങ്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഇപ്പൊ തന്നെ അതെ ക്ലാസ്സിക്ക് ഇപ്പൊ കളിക്ക്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇല്ലാടല്ലേ. ഞാൻ അനുസരിച്ച് കടന്നു പിടിക്കുന്നത് ലേഡീസ് വളരെ കുറവാണ്. നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് അവരെ. അതെ ഫോളോ ചെയ്തിട്ടുണ്ടോ? താങ്ക് യു.
ഇല്ലാതെ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹോഡ് ഓഫ് വീൽ പേജ് ഫോളോ ചെയ്യുന്നുണ്ടോ? അൻഷിഫ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇല്ലാതെ തപ്പിക്കൊണ്ടിരിക്കണം. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ അഞ്ഞോളൂ. ബ്രോന്റെ പേര് അക്ഷയ്. അക്ഷയ് ഫോളോ ചെയ്തിട്ടില്ല. ഫോളോ ചെയ്തില്ല. ഓക്കെ ഇല്ലാതെ നമുക്ക് നോക്കാം നെക്സ്റ്റ് ടൈം. ഓക്കെ ഫോളോ ചെയ്തിട്ട് ഞാനൊരു വീട്ടായിരുന്നു. സോറി, നമ്മുടെ അപ്ഡേറ്റ് ഓക്കെ. അതെ ഇല്ലാതെ ഫോളോ നമ്മളെ ഫോളോ ചെയ്യുന്നു. പക്ഷേ താങ്ക് യു. നമുക്ക് അടുത്ത നോക്കാം. യങ്സ്റ്റേഴ്സ് ആണ് Youngsters ആണ്. ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളത്. അപ്പൊ അവരോട് അവരോടൊന്നും ചോദിക്കാം. വയസ്സുകാരെ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ലേഡീസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് അതെ, അതെ, അതെ. ചെയ്യുന്നത്. കൂടുതൽ ഇൻട്രസ്റ്റ് കൂടെ ഇങ്ങോട്ട് വൈഫ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഫുൾ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ടാണ്. അതെ നമുക്ക് ഈ കാണുന്ന സഹോദരനോടൊന്ന് അതെ ചോദിക്കാം. ഇല്ലാതെ നമുക്ക് അടുത്തൊരാൾ വരുന്നുണ്ട്. ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തത്. ഓ ഇല്ലാതെ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത ഒരു വ്യക്തി. നമുക്ക് അടുത്ത നോക്കാം. നമുക്ക് ബസ്സിനൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് അതിൽ യങ്സ്റ്റേഴ്സ് ഇല്ല. സ്കൂൾ പിള്ളേർ നോക്കാം. അവരിപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ സാധ്യതയില്ല. എന്നാലും നമുക്ക് നോക്കാം. കാണേണ്ട സാധ്യതയുണ്ട്. അതെ നമ്മളെ കാണാൻ ഇവരെന്ത് ചെയ്യാൻ സാധ്യതയില്ല. ജസ്റ്റ് നമുക്ക് ആ വരുന്ന 3 യങ്സ്റ്റേഴ്സ് അതെ അതെ അവരൊരു 3 പേര് അവിടെ വരുന്നുണ്ട്. ഞാൻ സൈഡുണ്ട്. അതാ അവര് ഏതോ വഴിക്ക് വരും. നമ്മൾ അവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓ ഇല്ലാടല്ല അവർ മിസ് ചെയ്തു. അവർ 500 മിസ് ചെയ്തു. അതെ ഓക്കെ നമ്മൾ ദൗത്യം പൂർത്തിയാക്കാനില്ല. ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പാണെങ്കിൽ ഇവിടെ സ്പോട്ടിൽ എൻജോയ് കൊടുക്കും. അത് ഉറപ്പാണ്. ഞങ്ങൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുണ്ട്. ബ്രോ ഈ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ട്. അതെ ഇല്ലാതെ ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ തെരുവ് വീതികളിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും ഫോളോ ചെയ്യണം. ഫോളോ ചെയ്തിട്ട് നമുക്ക് 500 രൂപ ഈ പേജ് ഫോളോ ചെയ്തിട്ട് 500 രൂപ നമുക്ക് ഫോളോ ചെയ്തിട്ടുണ്ട്. സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ പേജ് എന്തായാലും സപ്പോർട്ട് ചെയ്യാം. അദ്ദേഹത്തിന്റെ വീഡിയോ കാണാറുണ്ടോ? അതുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അതെ ഫോളോ ചെയ്തോളും. ഈ കാണുമ്പോൾ നിങ്ങൾക്ക് 500 രൂപ 1000 ആവാം. വെച്ച് കൊണ്ടുള്ള സമയത്ത് നെയിം പറഞ്ഞോളൂ. ശ്രീരാജ് ബ്രോ നമ്മുടെ പുതിയൊരു ഫോളോവർ ആയിട്ട് വരുന്നുണ്ട്. ഇനി എന്തെങ്കിലും കാണുമ്പോൾ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. പല നഗരങ്ങളിൽ ഞങ്ങളെ കാണാൻ സാധ്യത. ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യേണ്ടി. നമ്മൾ ഓരോ സൈഡ് ക്യാമ്പ് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ അവിടെ ആൾക്കാരെ പോയിട്ട് ഫോളോ ചെയ്തിട്ട് സ്പോട്ടിൽ 500 കൊടുക്കാറ്. സോറി ഇതാണ് നമ്മുടെ പേജ്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ബ്രോ താങ്ക് യു. എന്തായാലും കാണാം. റെഡി. നമുക്ക് എറണാകുളത്ത് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്തായിട്ട് നോക്കാം. ഞാനും നമ്മളെ റേസിൽ നമ്മൾ ഓരോ ഏരിയയും നമ്മളിങ്ങനെ ഫോളോ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സജഷൻ പോകും. നമുക്ക് ആ സ്പോട്ടിൽ ആരെങ്കിലും ഫോളോ ചെയ്യണമെങ്കിൽ 500 കൊടുക്കാനുള്ള മൈൻഡിലാണ്. നമുക്ക് നോക്കാം. ഇല്ല ഓൾമോസ്റ്റ് ആൾക്കാർ എത്തിയിട്ടാണ്. ഏകദേശം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് പേര് കൂടി വരാനുണ്ട്. എന്നിട്ട് നമ്മൾ വന്നിട്ട് പോകും. ഇല്ല അപ്പൊ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോവാ, ബസ്സിൽ കയറാം. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാനെന്താ അപ്പൊ അതൊക്കെ നമ്മുടെ പുതിയ കണ്ടാണ്. പിന്നെ ബാക്കിൽ നമ്മുടെ ആളുകളില്ല. അപ്പൊ നമ്മൾ നേരെ പോവാം, ബസ് കയറാം. ഇല്ലടല്ല അപ്പൊ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. ഇതാണ് ബസ്. അപ്പൊ എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കയറാം. ഉള്ളിക്കയിലടല്ലേ ഇതാണ് നമ്മുടെ ഡ്രൈവറായിട്ട്. ട്രെയിന് ലേറ്റ് ആയി. അതല്ലേ ചേട്ടൻ പേര് പേര് തന്നെ ചേട്ടൻ പേര് പറയും. ചേട്ടൻ്റെ പേര് ഓക്കെ ഇല്ലടല്ല. അപ്പൊ ഇവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പോയി വിളിച്ചു തരാം. കില്ലാടികളെ ബസ് എടുത്തിട്ടുണ്ട്.
നിർഭാഗ്യവശാൽ നമ്മോടൊപ്പം ഇന്ന് ഉണ്ടാവേണ്ടിയിരുന്നില്ല 6 പേര് മരണങ്ങളെ തുടർന്ന് തിരിച്ചു പോയി. കുഴപ്പമില്ല, നിങ്ങൾ അതിലൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ഹോസ്പിറ്റൽ കേസ്, 2 മരണം, ഇതിൽ മൊത്തമായിട്ട് 6 പേരെ നമുക്ക് നഷ്ടമായിട്ടുള്ളത്. കുഴപ്പമില്ല, ബാക്കിയുള്ള 24 പേരുമായിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. നിങ്ങളത് ഈ തീർത്ഥാടന യാത്ര വന്നതുപോലെ എല്ലാവരും വളരെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും കുറച്ചു നേരം റെസ്റ്റ് ആവശ്യമാണ് തോന്നുന്നു. കാരണം ദീർഘദൂര യാത്ര കഴിഞ്ഞ് വന്ന ആളുകൾ കുറച്ചു പേരുണ്ട്. സൗണ്ട് കുറച്ച് ഹലോ വെറുതെ. അപ്പോ നമുക്ക് ആദ്യം തന്നെ എല്ലാവരും ഒന്ന് കുറച്ച് പരിചയപ്പെടാം. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. കൂടുതലായിട്ടുള്ള പരിചയപ്പെടൽ നമുക്ക് ക്യാമ്പിലെത്തിയ ശേഷം സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ യാത്രയിൽ തന്നെ നമുക്ക് എല്ലാവരും പരിചയമാവും. ഞാൻ ആദ്യം എന്റെ ഭാഗത്തുനിന്ന് തന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് നജീം, ഒലവക്കോടാണ് സ്വദേശം. പാലക്കാട് ജില്ലയിലെ ഒലവക്കോടാണ് സ്വദേശം. ഈ ക്യാമ്പിന്റെ കോർഡിനേറ്റർമാരിൽ ഒരാളാണ്. അപ്പൊ ഞാൻ അടുത്ത ആളുകൾക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. അവരവരുടെ സ്ഥലം, പേര് ഒന്ന് വെളിപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളൊക്കെ ക്യാമ്പിലൂടെ പരിചയപ്പെടാം. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ നമ്മുടെ സഹ കോർഡിനേറ്റർ ആയിട്ടുള്ള ഇബ്രാഹിം ബാദുഷയുടെ കയ്യിലേക്ക് മൈക്ക് കൈമാറുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇബ്രാഹിം ബാദുഷ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. നല്ലൊരു കലാകാരൻ കൂടിയാണ് ഇബ്രാഹിം ബാദുഷ. നിങ്ങൾ എല്ലാവരുടെ അഭ്യർത്ഥന ഉണ്ടെങ്കിൽ അദ്ദേഹം 1-2 വരികൾ പാട്ടുപാടുന്നതാണ്. എന്റെ പേര് ബാദുഷ. ഞാനും ഒരു ഹലോ, ഞാനും ഇതിലൊരു കോർഡിനേറ്റർ ആണ്. വീട് വന്നിട്ട് പാലക്കാടാണ്. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് വഴിയെ സെറ്റാക്കാം. എന്റെ പേര് രാഹുലാണ്. പാലക്കാട് തന്നെയാണ് വീട്. അപ്പോൾ നമുക്ക് ക്യാമ്പിലെത്തിയിട്ട് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഹലോ, എന്റെ പേര് മനു. ഒറിജിനൽ പേര് പ്രവീൺ ആണ്. എല്ലാവരും മനു എന്ന് വിളിക്കും. അതെ, കോർഡിനേറ്ററിലെ ഒരാളാണ്. പാലക്കാട് തന്നെയാണ് വീട്. എറണാകുളത്ത് വർക്ക് ചെയ്യണം. വേണ്ടേ? ഇത് വേണ്ട. പറഞ്ഞ കേൾക്കുന്നില്ല. അപ്പോ സൗണ്ട് ഇല്ലാത്തവർക്ക് അപ്പൊ മൈക്ക് യൂസ് ചെയ്യാം. എറണാകുളത്താണ് വർക്ക് ചെയ്യണം. ഡിസൈനറാണ്. ബാക്കി നമുക്ക് എല്ലാവരും അടിച്ചു പൊളിക്കാം മാക്സിമം. എല്ലാ സപ്പോർട്ടിനും നമ്മളുണ്ടാവും. ഹലോ 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 ക്ലിയർ ആണല്ലോ? ആ സ്പീക്കറോട് മാറി. എന്റെ പേര് അൻഷുബ, നജീബിന്റെ വൈഫാണ്. പിന്നെ മലപ്പുറമാണ്. മതി മതി. സംസാരിച്ചത് പോവുകയാണെങ്കിൽ മാറ്റാം. ഓരോരുത്തരെ പരിചയപ്പെടുന്ന ചടങ്ങാണത്. എന്റെ പേര് ഫൈറൂസ്. മലപ്പുറം കുറ്റിപ്പുറത്ത് വരുന്നു. ഏത് സ്പീക്കറിന്റെ അടുത്ത് മാറ്റിക്കിട്ടില്ല. എന്റെ പേര് സുബൈദ. ഞാൻ കളമശ്ശേരി തന്നെയാണ്. ഇവിടെ തന്നെയാണ്, അടുത്ത് തന്നെയാണ്. ബാക്കി പിന്നെ പറയാം. എന്റെ പേര് ഗീത. വീട് തൃശ്ശൂർ ചാലക്കുടിയാണ്. വീട് ഇതോടൊക്കെയാണ്. എല്ലാവരും ബാക്കി കിട്ടിയാണല്ലേ? പറഞ്ഞു സൗണ്ട് ഉണ്ടോ നോക്കട്ടെ. ഹലോ, എന്റെ പേര് ആഷ്ലി. ഞാൻ ഇവിടെ എറണാകുളത്ത് തന്നെയാണ് വീട്. പാലാരോട്ടത്ത് വർക്ക് ചെയ്യുന്നു. എന്റെ പേര് സുമ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നു. എൻ്റെ പേര് അസീം. ഞാൻ ട്രിവാൻഡ്രത്താണ് വരുന്നു. ഞാനൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നത്. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നു. എൻ്റെ പേര് നിഖിൽ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. എൻ്റെ പേര് ജോർജ്. പെരുമ്പാവൂരിൽ നിന്ന്. എൻ്റെ പേര് നിഷാന്ത്. വീട് തൃശ്ശൂരാണ്. കൂടുതലായിട്ട് ക്യാമ്പസിൽ പരിചയപ്പെടാം. താങ്ക് യു. എന്റെ പേര് സഫീദ. നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. അവരൊന്നും കാണില്ല കേട്ടോ. അവരൊക്കെ
അങ്ങോട്ട് എന്തെങ്കിലും പറയണം. നമ്മൾ വീഡിയോ എടുക്കുന്നത് അവർ അറിയില്ല. എന്റെ പേര് അപർണ, സ്ഥലം തൃശ്ശൂരാണ്. എന്റെ പേര് ജിജി, പാലക്കാട് കൊടുവായിരുന്നു വരുന്നു. നമ്മുടെ നാട്ടിൽ അത്രേ ഉള്ളൂ. എൻ്റെ പേര് അഖിൽ, ഞാൻ കോഴിക്കോട് നിന്ന്. എന്റെ പേര് അഞ്ജഷ, മലപ്പുറത്താണ്. ഏയ് ബാബു ബാബു. എൻ്റെ പേര് ദീപക്, ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്. ബാബു ബാബു എന്താ മനസ്സിലായില്ലേ? എന്റെ പേര് ഷിയാസ്, ഞാൻ പാലക്കാട് വരുന്നു. വട്ടപ്പേര് പറയണ ബാബു. ഇല്ലേ നമ്മൾ എനിക്ക് പറയണം. ഞാൻ അവിടെ പോയി പറയും. ഞാൻ അവിടെ പോയി പറയും. എനിക്ക് അവിടെ അങ്ങനെ വരും കാലങ്ങളിൽ സിനിമയിൽ കാണാൻ സാധ്യമുള്ള ഒരു മുഖമാണ് നമ്മുടെ കില്ലാടി. കില്ലാടിയുടെ ശരിക്കുള്ള പേരെന്താണെന്ന് നമുക്ക് ചോദിക്കാം. താങ്ക് യു. എന്തായാലും ഇക്ക കുറച്ച് പൊക്കിയൊക്കെ അടിച്ചിട്ട് കാര്യമില്ല. എന്റെ ശരിക്കുള്ള പേര് മനു എന്നാണ്. അപ്പൊ ഞാനും പാലക്കാട് കൊടുവയിൽ തന്നെയാണ്. അപ്പൊ ഞാൻ എന്നെ പേര് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അതിനുശേഷം ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ നോക്കുമല്ലോ. അപ്പൊ മെസ്സേജൊക്കെ നമ്മൾ എല്ലാ മെസ്സേജും റീഡ് ചെയ്യും. മെസ്സേജ് സാധാരണ വേറെ റീഡ് ചെയ്യില്ല, നമ്മൾ റീഡ് ചെയ്യും. അപ്പൊ എത്ര നാളും ബാധിച്ചിട്ട് മെസ്സേജ് അയക്കണം, എടാ അങ്ങനെ പരിപാടി ഉണ്ട്, വരാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ നമുക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. നമ്മൾ ഈ 2 വർഷം മുമ്പ് ഈ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അന്ന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് എങ്ങനെയാണ് എന്താണെന്നുള്ള ഒരു വലിയ ഐഡിയ ഇല്ല. അപ്പൊ പെട്ടെന്ന് ശരി നമ്മൾ വരാന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഫസ്റ്റ് ക്യാമ്പ് നമ്മുടെ എപ്പോഴാണ് നിൽക്കാം? അല്ല, ഈ ക്യാമ്പ് നമ്മൾ ഡേറ്റ് ഫസ്റ്റ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അപ്പൊ ഞാൻ മുന്നത്തെ ആഴ്ചയായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അറിയാത്ത ആൾക്കാരോട് പോവുക ഒരു പരിപാടി അടിച്ചു പൊളിക്കുക എന്നുള്ളത് ആയിരുന്നു. പിന്നെ ആ പരിപാടി എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എനിക്ക് അത് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചാണ്. അടിപൊളി. ഓക്കെ, അപ്പൊ പരിപാടി 2 ദിവസം കഴിഞ്ഞല്ലേ? 2 ആഴ്ചക്ക് മാറ്റി വെച്ചപ്പോൾ എന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ പോയി. പിന്നീട് ഒരു 3 ദിവസം മുമ്പ് വിളിച്ചിട്ടാണ് പറഞ്ഞത്, എടാ പരിപാടി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പോകണം എന്നുള്ളത്. അപ്പൊ പിന്നെ ചെറിയ എക്സൈറ്റ്മെന്റ് ഒക്കെ വന്നു. പിന്നെ പക്ഷെ കാര്യമില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആളുകളുടെ എണ്ണം കുറഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, എന്നാലും നമ്മൾ അടിച്ചു പൊളിക്കും. എനിക്ക് പറയാനുള്ളത് ഈ നമ്മൾ ഇപ്പൊ ഇത്രയും പേരുണ്ട്. അപ്പൊ ഇത്രയും പേരിൽ ഇപ്പൊ നമ്മളൊരു ഫാമിലിയാണ്. അപ്പൊ നമ്മൾ അവർ അത് വിചാരിക്കും, ഇവർ ഇത് വിചാരിക്കുമ്പോൾ ആരും ഒന്നും ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നണോ അത് ചെയ്യാം. ഇന്നിപ്പോ ഇവിടെ നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ ആരുമില്ല, നിങ്ങളെ നോക്കാനും ആരുമില്ല, നിങ്ങളുടെ അടുത്ത് ഒരു കുറ്റം പറയാൻ ആരുമില്ല. മനസ്സിലായില്ല? അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നണോ ചെയ്യാം. നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല, അതത്രേ ഉള്ളൂ. അപ്പൊ പരിപാടി അടിച്ചു പൊളിക്കാന്ന് പറയുന്നുള്ളൂ. കൂടെ ഞാനുണ്ടോ പൊളിച്ചടിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് നമ്മൾ ജെന്റിൽമെൻ സോണാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോ നിങ്ങൾ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിച്ച് ജീവിതത്തില് നമ്മൾ പലപ്പോഴും പല ആഗ്രഹങ്ങളും മാറ്റി വെച്ചിട്ടുള്ള ആളുകളായിരിക്കാം. ഇപ്പോൾ കുറച്ച് എന്താണ് അതിൽ നിന്നെല്ലാം തിരിച്ചറിവിലൂടെ മാറിക്കൊണ്ട് ചിന്തിക്കുന്ന ആളുകളായിട്ട് വന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു എന്താണ് യാതൊരുവിധ ജഡ്ജ്മെന്റും ഇല്ലാതെ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇവിടേക്ക് എത്തി. ഇനി നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന അല്ലെങ്കിൽ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന 2 ദിനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായും ഈ ക്യാമ്പ് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മളൊരു കുടുംബമായി മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ മാറും എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി നമ്മൾ ആചാരപടിക്ക് തിരികൊളുത്തുകയാണ്. കൊളുത്തട്ടെ? ഓക്കെ, ശബ്ദം പോരാരുടെ കൊളുത്തട്ടെ. സഫീദ തുറക്കുന്നേ. സഫീദ ഒരു പഴയ എഞ്ചിനാണ്, പക്ഷെ ഓണായി കഴിഞ്ഞാൽ നിർത്താൻ പാടാണെന്ന് സുഹൃത്ത് അപർണ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ കൂടെ പരിചയപ്പെടുത്താൻ 2 വ്യക്തികൾ കൂടിയുണ്ട്. അഞ്ജഷ് നമ്മുടെ ഗിത്താറിസ്റ്റ് ആണ്, പക്ഷെ ഭയങ്കര ഷൈ ആയിട്ട് അദ്ദേഹം നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഗായകനായിട്ടുള്ള അഖിലും കൂടെ ഉണ്ട്. കോഴിക്കോട് നിന്ന് വണ്ടി പിടിച്ചു വന്നത് വെറുതെ അല്ല, അദ്ദേഹം നല്ലൊരു ഗായകനാണ്. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ പുളകം കൊള്ളിച്ച 2 താരങ്ങൾ കൂടിയാണ് 2 പേരും. അപ്പൊ എന്റെ ജൂനിയേഴ്സ് ആയിരുന്നു, പക്ഷെ ഞാൻ പഠിക്കുമ്പോൾ അവരില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. കില്ലാടി ആദ്യത്തെ 2 സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. നമ്മൾ സ്റ്റെപ്പ് ഇടും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 2 ദിവസം നമ്മൾ എല്ലാം മറക്കണം. നമ്മൾ ഇവിടെയാണ്, ഇതാണ് നമ്മുടെ ലോകം. ഈ 2 ദിവസം അപ്പൊ നമ്മൾ ഈ 2 ദിവസം അടിച്ചു പൊളിക്കുക, അതേ പറയാനുള്ളൂ. അടിച്ചു പൊളിക്കില്ലേ? ഇത് മരിച്ച വീട്ടിൽ വന്ന പോലെ പൊളിക്കും പൊളിക്കും. അത്ര പൊളിക്കും. ബാബു പൊളിക്കില്ലേ? റെഡി, പൊളിക്കും. ബാബു പറഞ്ഞു കോർഡിനേറ്റർ ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ഉഷാറായി. എന്താ ഇപ്പൊ പൊളിക്കും. പിന്നെ ആ ക്ലാസ് ഇടി ബാബു, ക്ലാസ് കൊടുക്ക്. ക്ലാസ് ഇട്. ആളുകളാവരുത് കൊച്ചു കുട്ടികൾ. ഇവരൊക്കെ ഡാൻസ് കണ്ട് അപകടത്തിലാവാൻ സാധ്യതയുണ്ട്.
മാരകമായ ഡാൻസ് പെർഫോമൻസിന് വേണ്ടി തുടക്കം കുറിക്കുന്നു ആന്റണി. തോള വെച്ച് മേലം കെട്ടി നാക്കമുക്ക 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 പാടി സത്താ മനുഷ്യന് തോള വെച്ച് മേലം കെട്ടി നാക്കമുക്ക 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 മതി ഈ ഗാനം ആലപിച്ച ആസ്വദിച്ച എല്ലാവർക്കും നന്ദി. പാട്ടിലൂടെ ഞാൻ വിളിച്ചത്. കളിക്കാരും ഫ്രണ്ടി പാട്ടേ ക്യാമറ സൗണ്ട് വരാം. നമ്മുടെ പിള്ളേരെല്ലാവരും എത്തിയിട്ടുണ്ട്. മനോഹരമായ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ ഡാൻസിലൂടെയാണ് നമ്മുടെ ടീമിന്റെ ഐക്യം കാണാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നമ്മൾ ആരും അറിയില്ല, നമ്മൾ ആരും അറിയില്ല. കളിക്കോ എന്താ നോക്കിയിരിക്കുന്നത്?
ചോദിച്ചാൽ ഇടയിൽ നമ്മൾ പമ്പിൽ ചെറിയൊരു ഡാൻസ് കളിക്കാൻ നിർത്തിയായിരുന്നു. നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചു. അത് വീഡിയോ ഉണ്ടോ എന്ന് അറിയാം, നമുക്ക് എന്തായാലും നോക്കാം. എല്ലാവരും ടോയ്ലറ്റിൽ പോകാൻ നിർത്തിയത് നമ്മുടെ ബസ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് കാണിക്കാൻ പറ്റില്ല CD എന്ന സംഭവം, ലൗഡർ ദാൻ ബോംബ്, വൈരാഗി. പിന്നെ എന്താ വെച്ചാൽ അടിമാലി പോയി അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവിടെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ പോകാം. ഓക്കെ, ചിലരെല്ലാം മരം മുറിച്ചോണ്ടിരിക്കുന്ന സംഭവം വേറൊന്നുമല്ല. മരം മുറിക്കുമ്പോൾ റോഡിൽ ആൾക്കാർ നിന്നോട്ടിരിക്കുന്നു. മരം മുറിച്ച് ഇടയിൽ നമ്മളെ പറ്റും ഇല്ലടികളെ. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അപ്പൊ നമ്മൾ കണ്ടിട്ട് വരാം. ഫസ്റ്റായിട്ട് വാച്ച് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളെന്തായാലും വെള്ളച്ചാട്ടം കണ്ടിട്ട് വരില്ല. ടീമൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് വെള്ളച്ചാട്ടം ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. അപ്പൊ നമുക്ക് കുറച്ച് അപ്പുറത്ത് പോയിട്ട് കാണാം. ഓക്കെ, വെള്ളച്ചാട്ടം നോക്ക്. എന്റെ മോനെ, അവിടെ പോകാൻ പറ്റിയ കറക്റ്റ്. പുള്ളിക്കാരൻ ഡ്രോണൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറത്താവും. കറക്റ്റ് റൗണ്ട് തിരിഞ്ഞു വരുന്ന ആള് എന്താ ഫോട്ടോ ഒക്കെ എടുത്ത് കിട്ടിയേ. നമ്മുടെ ആള് പറത്തിയിട്ടുണ്ട്. ഡ്രോണ് പോയാ. അപ്പൊ ഡ്രോൺ മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിൽ വിശ്വാസം ചെയ്യാം. ഓക്കെ, ബാബു നിന്റെ തലയെ കാണുള്ളൂ. മാറ്റി ഇപ്പൊ ഓക്കെ. ഓക്കെ, ഇടയിൽ അവിടുത്തെ ഡ്രോൺ വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പോരും നമ്മുടെ ഡ്രോൺ വന്നിരിക്കുന്നതോ പുള്ളിക്കാരെ വന്നിരിക്കുന്നത്. ഡ്രോൺ വന്നിരിക്കുന്നത് കിട്ടിയെന്താ കാണിക്കുന്നത്. അതാ അട്ട പിടിച്ചു. കുത്തി അതിന്റെ കൊമ്പാണത്. നമ്മളെ കഴിക്കാൻ എത്തിയിരിക്കണം. ജനേഷ് കഴിക്കട്ടെ. അത് കഴിക്കാൻ അപ്പൊ നമ്മൾ ഈ വണ്ടിയിലാണ് നമ്മൾ ട്രക്ക് ചെയ്യാൻ പോകുന്നത്. എന്തായാലും മാത്രമല്ല, ഒരു മല കഴിഞ്ഞൊരു വളവ് തിരിയുമുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇതിലാണ് നമ്മൾ പോകുന്നത്. ഇതിലാടല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി നേരെ നമ്മുടെ ക്യാമ്പ് സൈറ്റിലോട്ട് പോവുക. എന്നിട്ട് അവിടെ നമ്മൾ ക്ലൗഡ് ബെഡ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ സൺസെറ്റ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാണാൻ പോയില്ലടോ. അതെ, ഞങ്ങളെ കാണുന്ന പുള്ളിയല്ല കേട്ടോ, വലിയ പുള്ളിയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു. അതല്ല ഇല്ലാതെ. അതെ ട്രക്കിംഗ് നമ്മൾ അന്ന് നമ്മൾ നെല്ലിയാമ്പതി എക്സ്പീരിയൻസ് ചെയ്താൽ പിന്നെ ഐശ്വര്യ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. നോക്കാം.